കർണാടക ചിക്കമംഗ്ലൂരിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മരിച്ച നിലയിൽ ശ്രീനന്ദ എന്ന് പറയുന്ന 15-കാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത് 3 ദിവസം രാവും പകലും നടത്തിയ തെരച്ചിലിനൊടുവിൽ പ്രാർത്ഥനകളെല്ലാം തന്നെ വെറുതെയായി. കഴിഞ്ഞ ദിവസം ഉച്ചയോട് കൂടിയിട്ടാണ് 15-കാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഏതായാലും തുടക്കം മുതൽ തന്നെ വീട്ടുകാർ പലതരത്തിലുള്ള ദുരൂഹതകൾ ആരോപിച്ചിരുന്നു. പിന്നീട് 4-ാം ദിവസത്തേക്ക് കടന്നപ്പോൾ ആ ദുരൂഹത, അവർ പറയുന്ന സംശയങ്ങൾ അത് വർദ്ധിക്കുകയായിരുന്നു. അവർക്ക് പലതരത്തിൽ അവിടെ ഉണ്ടായിരുന്ന ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് എത്തിയിട്ടുള്ള മറ്റാളുകളെ സംശയമുണ്ട്. മാത്രമല്ല അവിടെ കട നടത്തുന്ന ഒരു കടക്കാരനെയും സംശയമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി തന്നെ മൃതദേഹം അവിടെ 1500 അടി താഴ്ചയിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എങ്ങനെയാണ് അത്രയും താഴ്ചയിലേക്ക് കുട്ടിയുടെ മൃതദേഹം അവിടെ എത്തുന്നത്? ആരെങ്കിലും എന്തെങ്കിലും അപായപ്പെടുത്തിയതിനു ശേഷം അവിടെ കൊണ്ടുചെന്ന് ഇട്ടതായിരിക്കുമോ എന്നുള്ള പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ കേസിൽ ഏറെ നിർണായകമായിരുന്നു. ഇന്നലെ വളരെ വേഗത്തിൽ തന്നെ അതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. കാരണം 1500 അടി താഴ്ചയിലായതിനാൽ തന്നെ വളരെ ചെങ്കുത്തായ ഒരു കുന്നിൻ പ്രദേശമാണ് അത്. അതുകൊണ്ട് തന്നെ മൃതദേഹം അത്രയും താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രയാസകരമാണെന്ന് അവിടെ നേതൃത്വം നൽകിയിരുന്ന ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പരിശീലനം ലഭിച്ചിട്ടുള്ള ആളുകളെയായിരുന്നു അവിടെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് വൈകിയിരുന്നു. അല്പം വൈകിയാണ് മൃതദേഹം താഴെ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. അതിന് പിന്നാലെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളും വളരെ വേഗത്തിലാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് യാതൊരു തരത്തിലുള്ള അസ്വാഭാവികത ഒന്നുമില്ല എന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. മരണകാരണം, ശ്രീനന്ദയുടെ മരണകാരണം എന്ന് പറയുന്നത് തലയുടെ വലതു ഭാഗത്തേറ്റ ഗുരുതര പരിക്കാണെന്നും കൃത്യമായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല ശ്രീനന്ദയുടെ ശരീരത്തിലുടനീളം പരിക്കുകളുണ്ട്. പലയിടത്തും അസ്ഥികൾ പൊട്ടിയ നിലയിലാണെന്നും അത് വീഴ്ച മൂലം ഉണ്ടായ പരിക്കുകളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ആ ഒരു പ്രദേശത്തെ ഒരു ഭൂപ്രകൃതി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. കുത്തനെയുള്ള ഒരു ചെങ്കുത്തായ ചെരിവൊന്നുമല്ല, അല്പം ചെരിഞ്ഞുള്ള സ്ലോപ്പുകളും മറ്റുമാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആ കുട്ടി വീഴുകയാണെങ്കിൽ തന്നെ ഈ പാറകളിൽ തട്ടിയും അവിടെ കുറേ മരങ്ങളും മറ്റുമുണ്ട്, അവിടെയൊക്കെ തട്ടിയായിരിക്കാം താഴേക്ക് മൃതദേഹം പതിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് അസ്ഥികൾ ശരീരത്തിൽ പല ഭാഗങ്ങളിലും പൊട്ടിയിട്ടുണ്ട്. ഏറ്റവും മരണകാരണം എന്ന് പറയുന്നത് തലയുടെ വലത് ഭാഗത്തേറ്റ ഒരു ഗുരുതരമായിട്ടുള്ള ആഴത്തിലേറ്റ മുറിവാണെന്ന് പറയുന്നുണ്ട്. അല്ലാതെ ശ്രീനന്ദയുടെ ശരീരത്തിൽ സംശയാതീതമായ മുറിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല കുട്ടിയുടെ വസ്ത്രങ്ങൾ കീറിയ നിലയിലായിരുന്നു. പക്ഷെ അത് മരത്തിൽ കൊളുത്തി വലിച്ചതാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കാരണം ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മരങ്ങളുമുണ്ട്. ഈ വീഴുന്നതിൻ്റെ ഇടയിൽ പല ഭാഗങ്ങളിലും ഒരുപക്ഷെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ മരങ്ങളിൽ കയറി കൊളുത്തി വലിച്ചതിന് ശേഷമാകും വസ്ത്രങ്ങൾ കീറിയിട്ടുണ്ടാവുക എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അസ്വാഭാവികതയൊന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോഴും ശ്രീനന്ദയുടെ കുടുംബം ഇപ്പോഴും ഒരു ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഏതായാലും ശ്രീനന്ദയുടെ മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് മടങ്ങിയിരിക്കുന്നു. ഇന്ന് സംസ്കാര ചടങ്ങുകൾ രാവിലെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഒറ്റപ്പാലം കടമ്പഴിപ്പുറത്തെ വീട്ടിലാണ് ആദ്യം മൃതദേഹം എത്തിക്കുക. ഇന്നലെയൊക്കെ തന്നെ കുട്ടിയുടെ ഫോട്ടോ അവരുടെ അമ്മയ്ക്കും മറ്റും കാണിച്ചു കൊടുക്കുമ്പോൾ പൊട്ടിക്കരയുന്ന അമ്മയാണ് നമ്മൾ കണ്ടത്. ഒരു തരത്തിലും ഒരു മാതാപിതാക്കൾക്കും കണ്ടു നിൽക്കാൻ പറ്റുന്ന കാഴ്ചയല്ല അത്. കാരണം ഒരു കുടുംബത്തോടൊപ്പം എല്ലാവരും ബന്ധുക്കളും സുഹൃത്തുക്കളുമായിട്ട് ഏകദേശം 40ഓളം സംഘം അടങ്ങുന്ന ആളുകൾ അവിടെ ചിരിച്ചുല്ലസിച്ച് അവരുടെ സന്തോഷ നിമിഷങ്ങൾ അവിടെ പങ്കുവയ്ക്കാൻ മറ്റുമായിട്ട് എത്തിയതാണ്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ കൂട്ടത്തിൽ ഒരാളില്ല എന്നുള്ളത് എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തുകയാണ്. അവിടെ പൊതുദർശനമുണ്ട് ഇന്ന് വീട്ടിൽ. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. 4 ദിവസം മുമ്പാണ് ശ്രീനന്ദയെ കാണാതായത്. ആദ്യം പലയിടങ്ങളിലും സംഘങ്ങളായിട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ സാധിച്ചില്ല. അതേസമയം തന്നെ ഈ ഭാഗങ്ങളിൽ ഇപ്പോഴും ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്ന് തന്നെയാണ് ബന്ധുക്കൾ വീണ്ടും ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത്. കാരണം ആദ്യം തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് നിന്ന് മൃതദേഹം കണ്ടെത്തിയില്ല. 3 ദിവസം അതേ സ്ഥലത്ത് തന്നെയാണ് തിരച്ചിൽ നടത്തിയത്. പിന്നെ എങ്ങനെയാണ് 4-ാം ദിവസം അതേ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തിയത് എന്നാണ് ബന്ധുക്കളുടെ ചോദ്യം.
ഏതായാലും ആ ഒരു സംശയം ഇപ്പോൾ ബന്ധുക്കൾ ഉന്നയിക്കുമ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് നിയമ നടപടി പോലീസ് സ്വീകരിക്കുമെന്നുള്ളത് കൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു നാട് മുഴുവൻ സങ്കടത്തിലാണ്. ജീവനോടെ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ആ പ്രതീക്ഷ വെറുതെയായി. പ്രാർത്ഥനയിൽ നാടാകെ കാത്തിരുന്നു. തെരച്ചിലിന്റെ ഓരോ ഘട്ടവും അറിയാൻ നാട്ടുകാർ കടമ്പഴിപ്പുറം കുത്തറയിൽ ശ്രീനന്ദയുടെ വീട്ടിലെത്തിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് വഴിതെറ്റിയതാകാമെന്ന് കഴിഞ്ഞ ദിവസം കാട്ടിൽ കാണാതായി പിന്നെ തിരിച്ചെത്തിയ നാദാപുരത്തെ ശരണ്യെ പോലെ ശ്രീനന്ദയും വരുമെന്ന് ചിലർ ബന്ധുക്കളെയും അതുപോലെ തന്നെ നന്ദുവിൻ്റെയും സഹോദരനെയും ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത നാടിനെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. നിറഞ്ഞ ചിരിയുമായി വീട്ടിലേക്ക് ഇനി ശ്രീനന്ദ വരില്ലല്ലോ എന്ന് പറഞ്ഞ് ഉറ്റവർ വിതുമ്പി. ഏക സഹോദരി നഷ്ടമായെന്ന് കേട്ട് ആകെ തളർന്ന അവസ്ഥയിൽ അകത്തെ മുറിയിലായിരുന്നു ശ്രീനന്ദയുടെ സഹോദരൻ സച്ചു. ശ്രീനന്ദയുടെ കുടുംബവും അയൽവാസികളും ഉൾപ്പെടെ 40 അംഗ സംഘം കഴിഞ്ഞ 4-നാണ് കർണാടകയിലേക്ക് വിനോദയാത്ര പോയത്. പഠനത്തിരക്കുണ്ടായിരുന്നതിനാൽ സഹോദരൻ സച്ചു പോയിരുന്നില്ല. പിന്നീട് ചൊവ്വാഴ്ച രാത്രി മടങ്ങാനായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് കാണാതായത്. ഒപ്പം തന്നെ കുട്ടികളുമായിട്ട് ഇപ്പോൾ ശ്രീനന്ദയുടെ കുറേ വീഡിയോസൊക്കെ പുറത്തു വരുന്നുണ്ട്. കൂട്ടത്തിലെ കുട്ടികളുമായിട്ട് കളിച്ചും ചിരിച്ചും സെൽഫി എടുത്തും ഒക്കെ തന്നെ അവിടെ പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യുന്ന അവിടെ ശ്രീനന്ദയുടെ ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇനി എന്ത് നടപടി പോലീസ് എടുക്കുമെന്നുള്ളത് കൂടി ഇനി അറിയേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇനിയും വെക്കേഷൻ സമയമാണ്. ഇത്തരത്തിൽ വിനോദസഞ്ചാരത്തിനായിട്ട് പുറപ്പെടുന്നവർ ഏറെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കാരണം വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രത്യേകിച്ച് ഈ വെള്ളച്ചാട്ടങ്ങൾ, ബീച്ചുകൾ, സാഹസിക വിനോദ കേന്ദ്രങ്ങൾ ഇവിടെയൊക്കെ സുരക്ഷാ മുൻകരുതലുകൾ കുറവ് മൂലം അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ഇടങ്ങളിൽ പാറക്കൂട്ടങ്ങളിൽ കാൽ തെറ്റി വീണും ആഴക്കടലിൽ മുങ്ങിയും സാഹസിക യാത്രകളിലെ അശ്രദ്ധ മൂലവും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു. ഈ പ്രധാന അപകട കാരണങ്ങൾ സുരക്ഷാ മുൻകരുതലുകളുടെ കുറവ് തന്നെയാണ്. അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകളോ ലൈഫ് ഗാർഡുകളോ ഫെൻസിങ്ങോ ഇല്ലാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ ഈ പല ഗോവ പോലുള്ള സ്ഥലങ്ങളിൽ പാരാസൈലിങ്ങിനിടെ കേബിൾ പൊട്ടുന്നത് പോലെ പരീക്ഷണാടിസ്ഥാനത്തിലുള്ള സാഹസിക വിനോദങ്ങളുണ്ട്. പാറക്കൂട്ടങ്ങളിലെയും ജലാശയങ്ങളിലെയും അപകടങ്ങളും വലിയ അപകടം വിളിച്ചു വരുത്തും. കൊടഞ്ചേരി, പന്തകയം, ഒരപ്പൻകെട്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒഴുക്കിൽപ്പെട്ടും പാറയിൽ തട്ടിയും അപകടങ്ങൾ പലപ്പോഴും നടക്കാറുണ്ട്. വിനോദയാത്രാ സംഘങ്ങൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ അമിത വേഗത കൂടാതെ അപരിചിതമായ സ്ഥലങ്ങളിലെ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും ഇത്തരത്തിൽ അപകടത്തിന് കാരണമാകും. ഇനി ഇങ്ങനെയുള്ള അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ലൈഫ് ഗാർഡ്മാരെയും സുരക്ഷാ ജീവനക്കാരെയും നിയമിക്കുക. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കൃത്യമായ ദിശാസൂചിക ബോർഡുകളും മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുക. സഞ്ചാരികൾ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കുന്നുണ്ടെന്നും അധികൃതർ ഉറപ്പു നൽകുക. അപകടകരമായ സ്ഥലങ്ങളിൽ കുളിക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക. ടൂറിസം വകുപ്പ് ഇത്തരം സ്ഥലങ്ങളിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും സഞ്ചാരികളുടെ ജാഗ്രതയും അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഒരു പുതിയ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ സ്ഥലത്തെ ഭൂപ്രകൃതിയെ കുറിച്ചൊന്നും തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാകില്ല. അവിടെ ഗാർഡുമാരൊക്കെ നമുക്ക് നിർദ്ദേശം നൽകുകയാണെങ്കിലും നമ്മുടെ സുരക്ഷിതത്വം അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിനോദസഞ്ചാരങ്ങൾക്കായി പുറപ്പെടുന്നവർ പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ടതാണ്.